പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ആധുനിക ഇന്ത്യയിലെ STPയുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ആധുനിക ഇന്ത്യയിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരിയായി മർദ്ദിതൻ്റെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും പാവപ്പെട്ട അപരരുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിലെ സർവ്വ മനുഷ്യർക്കും ഒരു പ്രതീക്ഷയായിട്ട് മാറുന്ന ഏക പ്രസ്ഥാനം അത് STPI ആണ് എന്നതാണ് ദിനംപ്രതി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. STPIക്ക് കേരളത്തിൽ മാത്രമാണ് ഒരു മറ്റുള്ള പാർട്ടികളുടെ ഈ തീവ്രവാദ ഭീകരവാദ ആരോപണവും മാറ്റി നിർത്തലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഈ കേരളത്തിൽ മാത്രമാണ് നാം കണ്ടുവരുന്നത്. ഒരു ജോസഫ് മാഷിൻ്റെ ഒരു കൈപറ്റിയ ഒരു കേസ് പറയും. കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച ഒരു കേസായിരുന്നു ഈ ജോസഫ് മാഷിൻ്റെ കൈപറ്റിയത്. മറ്റുള്ള ആളുകളൊക്കെ ഈ തേങ്ങ വീണിട്ടും ഓട്ടോറിക്ഷ ഇടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയും മരിച്ച് പോയതാണ് എന്ന തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കാഴ്ചപ്പാട് മറ്റുള്ള ആളുകളുടെ. അതേസമയം നാം മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ STPIക്ക് ഇപ്പോൾ DMK മുന്നണിയിൽ അംഗത്വം കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒരു നിയമസഭ സീറ്റും DMK കൊടുത്തിട്ടുണ്ട്. 4 എൻ്റെ ഓർമ്മ. അതിൽ 4 കഴിഞ്ഞ തവണ ചെറിയ ഒരു വ്യത്യാസത്തിലാണ് DMK പരാജയപ്പെട്ടത്. അതിൽ തന്നെയും ഈ ഒരു മുസ്ലിം വനിത 15,000-ഓളം വോട്ട്, അവിടുത്തെ ഒരു ചെറിയ പാർട്ടിയിൽ മത്സരിച്ച ഒരു മുസ്ലിം വനിത 15,000-ഓളം വോട്ട് അവിടെ പിടിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ആവണം DMK ആ സീറ്റ് STPIക്ക് കൈമാറിയിരിക്കുന്നത്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് തീർച്ചയായും മുഹമ്മദ് നലൈ മുബാറക് അവர்கள் MLA ആയി മാറും എന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണ ഡിണ്ടിഗലിൽ മത്സരിച്ച് നല്ലൊരു മുന്നേറ്റം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. ഇപ്രാവശ്യം DMK കഴിഞ്ഞ പ്രാവശ്യം AIDMKയിലായിരുന്നു അദ്ദേഹം. AIDMK പിന്തുണയോടെയായിരുന്നു മത്സരിച്ചിരുന്നത്. അതേസമയം ഇത്തവണ കക്ഷിയായിട്ടുള്ള DMK മുന്നണിയുടെ കൂടെയാണ് മത്സരിക്കുന്നത്. അതിനാൽ തന്നെ വിജയം സുനിശ്ചിതമാണ്. മറ്റുള്ള പശ്ചിമ ബംഗാളിലാവട്ടെ, അവിടെ CPIM പിന്തുണയോടുകൂടിയാണ് STPI സ്ഥാനാർത്ഥി അവിടെ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. അതുപോലെ കർണാടകയിലാണെങ്കിലും കോൺഗ്രസ് പിന്തുണയോട് കൂടിയിട്ട് പല പഞ്ചായത്തുകളും കോർപ്പറേഷനുകളിലൊക്കെ ഭരണം കൈയാളുന്നു. എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ ഒരിടത്തും മറ്റുള്ള പാർട്ടികൾക്ക് STPI ഒരു അസ്പൃശ്യതയില്ല. ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. അത് ചില അവന്മാരുടെ ഒരു മാനസിക അങ്ങനെ ഉണ്ടല്ലോ, ഈ ഉള്ളിലെ വർഗീയതയുടെ പ്രശ്നം കൊണ്ട് കൂടിയാണ് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. STPIയിൽ ഭൂരിഭാഗം മുസ്ലിം ആണെന്ന് കരുതിയിട്ട് STPI ഒരു വർഗീയ പാർട്ടി, ഒരു മതപാർട്ടിയൊന്നുമല്ല. STPIയിലെ ദേശീയ കമ്മിറ്റിയിലും സംസ്ഥാന എല്ലാ തലങ്ങളിലും മറ്റുള്ള ആളുകൾക്ക് സ്ഥാനമുണ്ട്. അവർക്കും STPIയുടെ ഭരണഘടന വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് STPI ഒരു മതേതര പാർട്ടിയാണ് എന്നുള്ളത്. STPI അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതും. പക്ഷേ അത് മുസ്ലിങ്ങൾ അതിൽ കൂടുതലുള്ളത് കൊണ്ട് അതിനെ ഒരു വർഗീയമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രവണത. STPIക്ക് കേരളത്തിൽ വിലങ്ങിടാൻ കേരളത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ
STPI അനുദിനം ഭരണ സാരഥ്യങ്ങളിലേക്ക് പല മേഖലകളിലായി കടന്നു വരുന്നുണ്ട്. ഇവിടെയും പഞ്ചായത്തുകൾ മറ്റുള്ള അവരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പലയിടത്തും പരാജയപ്പെട്ടു പോകുന്നത്. അതിനാൽ STPI എന്നൊരു ഇന്ത്യയിലെ പീഡിപ്പിക്കപ്പെടുന്ന മർദ്ദിതരുടെ ഒരു പ്രത്യാശാഭരിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Thanks for watching everyone. Goodbye. If you like my video, please like. Thank you.